ഇത് കണ്ടോ, പിടിക്കുമ്പോഴേ ഇളകി വരുന്നതുകൊണ്ട് പക്ഷെ ഭയങ്കര ചൂടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് ഹെൽത്തി ഫുഡ് ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുതിയ എയർ ഫ്രയർ വാങ്ങിച്ചു കേട്ടോ. ഹാവൽസിൻ്റെ എയർ ഫ്രയർ ആണ് വാങ്ങിച്ചത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത് ചിക്കനാണ്. ആദ്യം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ഓക്കെ ആയിരുന്നു, സക്സസ് ആയി. അപ്പോൾ പിന്നെ എന്നാൽ ഇന്ന് നിങ്ങളെ കൂടെ കാണിച്ചാലോ ഞങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കിയ ചിക്കൻ്റെന്ന്. ചിക്കൻ മാത്രമല്ല കേട്ടോ, നമുക്ക് വേറെ അധികം എണ്ണ യൂസ് ചെയ്യാതുള്ള എല്ലാ സാധനവും നമുക്ക് ഇതിനകത്ത് കുക്ക് ചെയ്യാം കേട്ടോ. ഞങ്ങൾ ഇതിനകത്ത് ചിക്കൻ ചെയ്തു, സവാള വറുത്തു, അതുപോലെ അതെൻ്റെ സവാള ഇപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുവാണേലോ അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എണ്ണയിൽ ഒത്തിരി നേരം ഇട്ട് ആക്കാതെ നമുക്ക് ഇതിനകത്ത് ഫ്രൈ ചെയ്തിട്ട് അതിനകത്തോട്ട് യൂസ് ചെയ്യാം ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ. പിന്നെ അതേപോലെ ഞങ്ങൾ ഇതിനകത്ത് പാവയ്ക്ക വറുത്തു, മീൻ വറുത്തു, കട്ട്ലേറ്റ് ഉണ്ടാക്കി, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ആണ് ഇന്ന് ഈ ഒരു ഇതിനകത്ത് വരുന്നത്. ഇത്രമാത്രം ഇത് യൂസ്ഫുൾ ആണ് ഇങ്ങനെ ഞങ്ങളെപ്പോലെ ജിമ്മിൽ പോകുന്നവർക്ക് എന്ന് കാണിക്കേണ്ട. അപ്പം ഇപ്പം നമുക്ക് ചിക്കൻ്റെ റെസിപ്പി കാണാം. എയർ ഫ്രൈയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയും എണ്ണയിൽ നമ്മൾ വറുക്കുന്ന റെസിപ്പിയും സെയിം തന്നെയാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഇച്ചിരി തൈരും. അതിനെ വെള്ളം കൂട്ടി യോജിപ്പിച്ചിട്ട് വരഞ്ഞു വെച്ചേക്കുന്ന ചിക്കനെ തേച്ച് പിടിപ്പിക്കണം. ഞാൻ ഈ ചിക്കനെ 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാട്ടോ പിന്നെ എടുത്തത്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ചിക്കൻ ഞാൻ പുറത്തെടുത്തേ. ഏകദേശം മസാലയൊക്കെ അത്തേൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എയർ ഫ്രയർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അതൊരു പ്രീ ഹീറ്റ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരിയും കൂടെ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ട് നല്ലത്. ഹാവൽസിന്റെ ഡിജിറ്റൽ എയർ ഫ്രയർ ആയിട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് 5 മിനിറ്റ് സെറ്റ് ചെയ്ത് 200 ഡിഗ്രിയിൽ. ജിമ്മിൽ പോയി തുടങ്ങിയ പിന്നെ ഞാൻ ഉച്ചയ്ക്കത്തെ ലഞ്ച് ടൈമിലാണെങ്കിൽ ഇങ്ങനെ ഒരു ചിക്കൻ്റെ പീസ് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ എയർ ഫ്രയറിലായിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ സാധാരണ ഓയിൽ തേക്കാറേ ഇല്ല. ഇന്ന് വീഡിയോ എടുക്കാൻ നേരത്തെ ചിക്കൻ ഇച്ചിരി ജ്യൂസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓയിൽ തേക്കാതിരിക്കുന്നതാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ലത്. നമ്മൾ എയർ ഫ്രയറിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ പാനിൽ വെച്ചിട്ടും ഉണ്ടാക്കാം. ഇനി അതല്ലെങ്കിൽ ഇതിനകത്ത് വെക്കാനായിട്ട് നമുക്കൊരു പേപ്പർ കിട്ടും. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ടാട്ടോ വെച്ചത്. പിന്നെ നമ്മൾ ഓൺ ചെയ്തു. ഇവിടെ ഡിജിറ്റൽ ഹാവൽസിൻ്റെ നമ്മുടെ ഡിജിറ്റൽ ഇതായതുകൊണ്ട് ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്ന് മാറ്റാം. മീറ്റ്, ചിക്കൻ. അപ്പോൾ നമുക്കിവിടെ കാണാം 200 ഡിഗ്രിയിൽ 25 മിനിറ്റ്. അപ്പോൾ നമുക്ക് പകുതിയാവുന്ന സമയത്ത് നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഓൺ ചെയ്യാം. 15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഈ ചിക്കനെ ഒന്ന് തിരിച്ചിടാം. ഓക്കെ, ഒരു 11 മിനിറ്റ് ആയിപ്പോയി. ഞങ്ങൾ തുണി വെയിൽ കണ്ടുകൊണ്ട് ഇടാൻ പോയപ്പോൾ വന്നപ്പോഴത്തേക്ക് അതുകൊണ്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം. ആര് കഴിക്കും? ഒന്ന് നമുക്ക് തിരിച്ചൊന്നിടാം. ഇവിടെ ഒരിച്ചിരി ഇവിടെ ഓൾറെഡി ഇച്ചിരി എണ്ണ തേച്ചതായിരുന്നു. ഓക്കെ, നമ്മൾ ചിക്കനെ തിരിച്ചിട്ടു. ഇനി വീണ്ടും ബാക്കി സമയം തിരിച്ച് ഫിറ്റ് ചെയ്യാം. പകുതി ആയപ്പോഴത്തേക്ക് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് വീണ്ടും നമ്മൾ ഇതിനകത്തോട്ട് തന്നെ വെച്ചു. ഇപ്പോൾ വീണ്ടും നമ്മൾ ടൈം സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള ടൈമിലാട്ടോ ഇത് കുക്കായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൊത്തം 25 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം നമുക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല. വെന്തിട്ടെല്ലാം ഉണ്ട്. ഈ തവണ നമ്മളിപ്പോൾ ഇച്ചിരി ഓയിൽ തേച്ചുകൊണ്ട് ഒരിച്ചിരി ജ്യൂസി പോലെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഓയിൽ തേക്കാത്തതുകൊണ്ട് ഇച്ചിരി ഡ്രൈ ആയിട്ടാണ്, പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വേണം പിടിക്കുമ്പോഴേ ഇളകി വരുന്നതുകൊണ്ട് പക്ഷെ ഭയങ്കര ചൂടാണ് ഗൈസ്. അപ്പം ഞാൻ ഇത് കഴിക്കട്ടെ. നമുക്ക് ഇനി അടുത്തായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്ത കേട്ടോ ഈ പാവയ്ക്ക ഇതിനകത്ത് വറുക്കുന്നത്. സാധാരണ അങ്ങനെ പാവയ്ക്ക വറുക്കുന്ന വീഡിയോ ഞങ്ങൾ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങളാണെങ്കിൽ കുറച്ച് പാവയ്ക്ക എടുത്ത് ഉപ്പ് പുരട്ടിയിട്ടാട്ടോ ഇതിനകത്ത് ഇടാനായിട്ട് പോകുന്നത്. പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം ആദ്യം തന്നെ. ഇതിനകത്താണെങ്കിൽ കുറച്ച് പാവയ്ക്ക ഇട്ട്
നമുക്ക് ഫ്രൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. 200°C 18 മിനിറ്റ് ആട്ടോ അത്രയും പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ എണ്ണയിലിട്ട് വറക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ടൈം കൂടുതലുണ്ട്, പക്ഷേ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് ഉള്ളതുകൊണ്ട് എന്തോരം ഫ്രൈ ആയിട്ടുണ്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോയോ എന്നൊക്കെ ഉള്ളത് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുമേ. വേണ്ടോ? അടുത്തത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിഷ് ഫ്രൈ ആണ്. ചിക്കൻ ചെയ്ത പോലെ തന്നെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് നേരെ പാനിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ആഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ എയർ ഫ്രയറിനകത്ത് നമുക്ക് ഓരോ മോഡ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫിഷിൻ്റെ ഇതാണ് സെലക്ട് ചെയ്തേക്കുന്നത്. 15 മിനിറ്റിൽ 160°യിലാട്ടോ ഇത് നമ്മൾ ചെയ്യേണ്ടത്. പകുതി ടൈം ആകുമ്പോഴത്തേക്ക് ഫിഷ് ഒന്ന് തിരിച്ചിടുന്നത് നല്ലതായിരിക്കും. ഞാൻ ഒരാവശ്യവും ഇല്ലാതെ ഇടയ്ക്ക് 2 ക്യാരറ്റ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓരോ ഫുഡ് കുക്ക് ചെയ്യുന്നതിനും അതിൻ്റേതായിട്ടുള്ളൊരു ടൈം ഉണ്ടല്ലോ. ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ട് വറക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് ഈ ഒരു ഫിഷിന് കിട്ടത്തില്ല. പക്ഷേ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇതെന്തായാലും അടിപൊളി ഒരു ഓപ്ഷൻ തന്നെയാണ്. ചിക്കനും ഫിഷും മാത്രമല്ല കേട്ടോ, കട്ട്ലേറ്റ് ഇതിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ്. എണ്ണയിലിടുന്ന സമയമാകുമ്പോൾ മാത്രം നമ്മൾ എയർ ഫ്രയറിനകത്ത് വെക്കും. ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് എയർ ഫ്രയർ നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാവേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ശരി, ബൈ.